നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 4 ജില്ലകൾ UDF തൂത്തുവാരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എറണാകുളം, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് UDFന് അനുകൂലമായി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. 4 ജില്ലയിൽ നിന്നും ആകെ 40 സീറ്റാണ്. UDF 100-ലേറെ സീറ്റ് നേടുമെന്ന് ആത്മവിശ്വാസമുണ്ട്. ഈ അവകാശവാദത്തിന് രാഷ്ട്രീയമായ അടിത്തറയുണ്ട്. അതല്ലാതെ കൊട്ടക്കണക്കിന് പറയുന്നതല്ലെന്ന് വി.ഡി. സതീശൻ വിശദീകരിച്ചു. 2001-ൽ UDFന് 100 സീറ്റ് ലഭിച്ചതാണ്. എന്നാൽ 2005 മുതൽ ഒരുപാട് വിഭാഗങ്ങൾ UDFന് വിട്ടുപോയി. അതിൽ 95% പേരെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. അതിനുള്ള നിശബ്ദമായ പ്രവർത്തനം നടത്തി. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ അത്യപൂർവമായ വിജയം UDFന് നേടാനായി. മോദി വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യത നിലനിൽക്കുന്നതിനിടെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിയത്. UDF ചിട്ടയായ പ്രൊഫഷണലായ പ്രവർത്തനമാണ് നടത്തിയത്. അതിന്റെ തുടർച്ചയാണ് ഈ വിജയങ്ങൾ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇത് മുന്നണിയുടെ രാഷ്ട്രീയമായ വിലയിരുത്തലാണ്. ഇതിന്റെ തുടർച്ചയായി നിയമസഭയിലേക്കും മികച്ച വിജയമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഷ്ട്രീയ വനവാസം സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയല്ലേ? മാധ്യമങ്ങളുടെ ലൈബ്രറിയിൽ ഇതുണ്ടല്ലോ എന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഞാനതു ചെയ്യില്ലെങ്കിൽ അക്കാര്യം അന്വേഷിച്ചാൽ പോരെ? എല്ലാ ദിവസവും പറയണോ? കെ. സുധാകരനോട് കുത്തി ചോദിച്ചത് മാധ്യമങ്ങൾക്ക് ആവശ്യമുള്ള വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇത്തവണ UDF പ്രവർത്തകർ വളരെ ആവേശത്തോടെയും ഒത്തൊരുമയോടെയുമാണ് പ്രവർത്തിച്ചത്. ഘടകകക്ഷികൾ തമ്മിലുള്ള ഭേദമില്ലാതെ ടീം UDF എന്ന നിലയിലുള്ള പ്രവർത്തനം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഭരണവിരുദ്ധ വികാരത്തിന്റെ 80% പിണറായി വിരുദ്ധ വികാരമാണ്. ആരുണ്ട് ചോദിക്കാൻ എന്ന ശൈലിയിലെ ധാർഷ്ട്യം ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രവാസി വോട്ടർമാർക്ക് എത്താൻ സാധിച്ചില്ല. അല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ പോളിംഗ് ശതമാനം കൂടിയേനെ. പോളിംഗ് ശതമാനം കൂടിയതിൽ നമ്മളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 35 വർഷത്തിനിടയിൽ കണ്ട UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണിത്. ഇതുപോലെ ആവേശകരമായ പ്രവർത്തനം ആദ്യമായാണ് കാണുന്നത്. തുടക്കം മുതൽ തന്നെ വിജയപ്രതീക്ഷയുണ്ട്. 2005 മുതൽ നമ്മുടെ കൂടെയില്ലാതിരുന്ന നിരവധി വിഭാഗങ്ങൾ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വി.ഡി. സതീശൻ പറഞ്ഞു. മുകളിലുള്ള നേതാക്കന്മാർ നടത്തിയതാണ് ഡീൽ. താഴെയുള്ള പ്രവർത്തകർ അത് പൊളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആളുകൾക്ക് സർക്കാരിനോട് ഒരു വിരുദ്ധതയുണ്ട്, അമർഷമുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു ബദലാണെന്നും മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുമുള്ള പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. നമ്മൾ വന്നാൽ മാറ്റമുണ്ടാകുമെന്ന് ചെറുപ്പക്കാർക്കിടയിൽ ചർച്ച വന്നിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് CPMൽ വിശ്വാസമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് മന്ത്രിമാർ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പുറത്തു പോകാത്ത തെരഞ്ഞെടുപ്പ് നടന്നത്. മുഖ്യമന്ത്രി മാത്രമേ പോയിട്ടുള്ളൂ, വി.ഡി. സതീശൻ പറഞ്ഞു. CPMൽ നടക്കുന്ന കലാപത്തെക്കുറിച്ചുള്ള ശബ്ദരേഖകൾ കയ്യിലുണ്ടെന്നും അതിൽ മുതിർന്ന നേതാക്കളുണ്ടെന്നും വി.ഡി. സതീശൻ വെളിപ്പെടുത്തി. LDFന് വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ചും യുവ മുഖ്യമന്ത്രിയെക്കുറിച്ചുമെല്ലാം പറയാം. കാരണം അവർ അധികാരത്തിൽ വരില്ലല്ലോ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭരണം ഒരു കാരണവശാലും ലഭിക്കില്ലെന്നുറപ്പുള്ളതുകൊണ്ടാണ് വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നതെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു.